എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. കുട്ടികളുടെ കണ്ണുകളിലേക്ക് വളരെ കൗതുകപൂർവം ഞാൻ നോക്കാറുണ്ട്. അവരുടെ നിഷ്കളങ്കത, അവരുടെ ഒരു സ്നേഹ നിർഭരമായ പുഞ്ചിരി, അവരുടെ നല്ല സന്തോഷമുള്ള വാക്കുകൾ, ഇതൊക്കെ കേൾപ്പാൻ നമ്മൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. എന്നാൽ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് സ്റ്റുഡൻസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും വളരെ സങ്കീർണത തോന്നാറുണ്ട്. അതിൻ്റെ കാരണം അവർ നമ്മെ നോക്കുന്നതും അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും രണ്ട് രീതിയിലാണ് എന്ന സംശയം തോന്നാറുണ്ട്. നമ്മെ നോക്കി അവർ ചിരിക്കും, പക്ഷെ അവരുടെ കണ്ണുകളിൽ മറ്റൊരു വശം, മറ്റൊരു ചിന്ത, മറ്റൊരു പ്രവൃത്തി കാണുവാൻ കഴിയുന്നു. ഇതിൻ്റെ കാരണം അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങൾ കയറി പറ്റുന്നു. അതുകൊണ്ട് ആ മാലിന്യങ്ങൾ ഇരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായി പ്രതികരിക്കുവാൻ കഴിയും? അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മൾക്കെല്ലാം അതുപോലെ തന്നെയാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നാം എന്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നുവോ അത് പുറത്തേക്ക് വരും. കുട്ടികൾ ഈ ലോകത്തിൻ്റെ സ്കൂളുകളിൽ വരുമ്പോൾ, മറ്റ് പല സ്ഥലങ്ങളിൽ അവർ ഇടപെടുമ്പോഴൊക്കെ അവർ പഠിക്കാൻ പാടില്ലാത്തതും കേൾക്കുവാൻ പാടില്ലാത്തതും കാണുവാൻ പാടില്ലാത്തതുമൊക്കെ അവരുടെ ഉള്ളിൽ അവർ ശേഖരിച്ചു വെച്ചാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കേണ്ട അവസരങ്ങൾ അവർക്കുണ്ടാവും. അനുസരിക്കുകയില്ല. അവർ പലപ്പോഴും കപട സ്വഭാവം കാണിക്കുവാൻ സാധ്യതകളുണ്ട്. നമ്മൾ പലരും അതിന് ദൃക്സാക്ഷികളാണല്ലോ. ഇതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാം? അതിനുള്ള ഒറ്റ വഴിയുള്ള അവരുടെ ഉള്ളിലെ മാലിന്യം പുറത്തു കളയണം. ഈ മാലിന്യം പുറത്തു കളയേണ്ടത് പ്രാർത്ഥനയിലൂടെ, അവർക്ക് മനസ്സിലാകുന്ന സ്നേഹത്തിൻ്റെ ഉപദേശത്തിലൂടെ, തെറ്റ് സംഭവിക്കാനിടയുമുള്ള സാഹചര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വഴികളിലൂടെ, അവരോട് ഏറ്റവും അടുത്ത് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുമ്പോൾ ഒക്കെ അവർക്കത് മനസ്സിലാകും. മിക്കവാറുമുള്ള കുഞ്ഞുങ്ങളൊക്കെ തിരികെ വരും. തിരികെ വരാത്തവർ വലിയ ആപത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും അവർ ഈ ലോകത്തിൻ്റെ കളങ്കങ്ങൾ അവരുടെ മനസ്സിൽ കൂട്ടിവെക്കാതെ അതിനെ പുറത്തേക്ക് കളഞ്ഞ് മനസ്സിന് ശുദ്ധിയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. God bless you all.